ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നികേഷും മുറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്നിടത്തോട്ട് നമ്മുടെ ഭാസ്കരൻ വന്ന് തുപ്പുവാണ്. അപ്പം നികേഷ് ചോദിക്കുന്നത്, എന്താ അച്ഛാ ഇത്? എൻ്റെ വീട് എൻ്റെ പറമ്പ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തുപ്പുമെന്ന് പറയും. അവിടെ നിധി പറയും, അത് പറ്റത്തില്ല, അത് അച്ഛൻ മാത്രം ഉള്ളപ്പോഴായിരിക്കണം, ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെ പറ്റത്തില്ലെന്ന് പറയും. യു ആർ ഓൾറെഡി ക്രോസിങ് യുവർ ലിമിറ്റ് എന്ന് നമ്മുടെ നിധി എടുത്ത് പറയുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ്, എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നീ വന്നതിന് ശേഷം എനിക്ക് മുറ്റത്തിരുന്ന് വീടി എത്തിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ തുപ്പാൻ പറ്റത്തില്ല, എന്താ ഇത് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ എന്തുവായിരുന്നു നിധി ഇങ്ങനെ ഭാസ്കരനെ നോക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ സുധീഷ് പറയും, എന്താ അച്ഛാ ഇത് എന്ന് പറയും. നീ കൂടുതൽ സംസാരിക്കേണ്ട, കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ മുറിയിൽ ഒറ്റയ്ക്കാക്കി അനിയന്മാരുടെ കൂടെ പോയി കിടക്കുന്നില്ലേ നീ, ഷെയിംലെസ് ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അകത്തോട്ട് കയറിപ്പോവും. ഉടനെ നിധി ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ്, അച്ഛനിങ്ങി വന്നേ എന്ന് പറയും. എന്താടാ അച്ഛനിങ്ങി വന്നേന്ന് പറഞ്ഞോട് പിടിച്ച് ഭാസ്കരനെ അകത്ത് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് പറയും, എന്താ ഇത് എന്ന് പറയും. സുധീഷ് പറയും. അപ്പം നമ്മുടെ ഹരീഷ് പറയും, എല്ലാവർക്കും ആ സംശയം ഇപ്പോഴും ഉണ്ടെന്ന് പറയും. അങ്ങനെ ഹരീഷ് അങ്ങ് ജോലിക്ക് പോകാനായിട്ട് അങ്ങ് പോവുകയാണ്. അതിനുശേഷം, ഞാൻ നിങ്ങളെ ആരെയും ശാസിച്ചതല്ല, സുഭാഷ് ചേട്ടനല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നത്, അപ്പോൾ സുഭാഷ് ചേട്ടനെ സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയും. അങ്ങനെ നിധി അതും പറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ നിധിക്ക് വരുന്നുണ്ട്. അങ്ങനെ നിധി കോൾ എടുക്കുകയാണ്. ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയും. ഞാനാ മോളെ, ഗോപി പോലീസാന്ന് പറയും. അപ്പം നിധി ഇങ്ങനെ പറയാം, സ്റ്റേഷനിൽ നിന്ന് എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ നമ്മുടെ നിധി ഇങ്ങനെ പറയുകയാണ്. ഹലോ, കേൾക്കുന്നില്ലേ എന്ന് പറയും. ആ കേൾക്കുന്നുണ്ട്, പറയൂ സാർ. ആ മോളെ, ഞാൻ ഗോപി പോലീസാണ്, നിങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലേ സ്റ്റേഷനിൽ വെച്ച്? ആ മനസ്സിലായി സാർ, എന്താ വിളിച്ചത്? ആ മോളെ, സുഖമില്ലേ? ആ അതെ സാർ. സുധീഷ് നല്ലോണം നോക്കുന്നില്ലേ? ആ 5 ആണുങ്ങൾ മാത്രമുള്ളൊരു വീട്ടിലോട്ടല്ലേ കല്യാണം കഴിപ്പിച്ച് വിട്ടത്, അപ്പം നമ്മൾ ഇടയ്ക്ക് വിളിച്ചൊന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല സാർ, അവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്, അപ്പോൾ സുധീഷിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, വീട്ടുകാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് മോള് ഡിവോഴ്സിനൊക്കെ പോകുന്നതെന്ന് ചോദിക്കും. അല്ല, അത് എന്താ മോളെ ഒന്നും മിണ്ടാത്തെ പറയും. പിന്നെ എന്തിനാണ് മോള് ഡിവോഴ്സിനൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കും. അത് സാറെങ്ങനെ അറിഞ്ഞു? എന്താ മോളെ ഇത് ഞങ്ങൾ അറിയത്തില്ലെന്ന് കരുതിയോ? അല്ലെ, മോള് ഇതിനു വേണ്ടിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്, അവനെ വിവാഹം കഴിച്ചാൽ മതിയെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ മോൾ അവനുമായിട്ട് ഓടിപ്പോയത്. ഓടി സ്റ്റേഷനിൽ വന്നു, മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞങ്ങൾ കല്യാണം നടത്തി തന്നത്. മോളെ അച്ഛനും ആങ്ങളെയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിച്ചത്, വിവാഹം രജിസ്റ്റർ ചെയ്തു. പിന്നെ എന്തിനാ വിവാഹബന്ധം വേർപെടുത്താനൊക്കെ, അതും ഈ 2 മാസത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നോക്കും. അത് ഞങ്ങളൊന്നും അറിയത്തില്ലെന്ന് കരുതിയോ? മോള് കേസ് കൊടുത്ത വക്കീലിന് മുഖേന ഞങ്ങളെല്ലാ കാര്യവും അറിഞ്ഞതെന്ന് പറയും. അതുകൊണ്ട് ഇനി അതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 മാസമല്ലേ ആയുള്ളൂ, ഒരു പ്രശ്നങ്ങളില്ല താനും, പിന്നെ എന്തിനാണ് വെറുതെ ഇതിനൊക്കെ ഇപ്പോഴേ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചോ, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇനിയും വിളിക്കും, അപ്പം ഇങ്ങനെയൊന്നും ഇനി സംസാരിക്കരുതെന്നൊക്കെ പറയും. ആ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓടിച്ച് നിന്നിട്ട് നമ്മുടെ സുഭാഷിൻ്റെ അടുത്ത് പറയും, സുധീഷെ, എന്താ നിധി? സുധീഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു പറയും. നിധിയെ വിളിച്ചോ? ആ സുധീഷിനെ വിളിച്ചോ എന്ന് ചോദിക്കും. ആ എന്നെയും വിളിച്ചായിരുന്നു, അത് എന്നെ വിളിച്ചത് ഗോപി സാറാന്ന് പറയും. എന്നെ വിളിച്ചത് ഗോപി സാറും ഉണ്ടായിരുന്നു, SI സാറും ഉണ്ടായിരുന്നു പറയും. നിധിയോട് ഇച്ചിരി മയത്തിലായിരിക്കും സംസാരിച്ചത്, എന്നോട് ചീത്ത വിളിക്കുക സംസാരിച്ചതെന്ന് പറയും. നീ ഡിവോഴ്സിന് പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി കേസ് ഏൽപ്പിച്ച വക്കീൽ മുഖേന കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളൊരു കേസ് വക്കീലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വക്കീലിന് അതുകൊണ്ട് ഒരു കേസ് കിട്ടുന്നേ ഇല്ലേ, പിന്നെന്തിനാ വക്കീൽ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. നിധി എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയുന്നത്? അത് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് മൂവ് ചെയ്തുകൊണ്ടായിരിക്കും, നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാം, തൽക്കാലം 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയും. 1 വർഷമോ? അപ്പോൾ 1 വർഷം വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്നായിരിക്കും ചിലപ്പം സാർ ഉദ്ദേശിച്ചെന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും സുധീഷിന് തടി ഊരണമല്ലോ ഇതിനകത്തുനിന്ന്. നിധിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചിരിക്കാനുള്ളൊരു ഗട്ട്സൊന്നും സുധീഷിനില്ല. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഹരീഷ് മുറ്റത്ത് ശ്രദ്ധിക്കുകയാണ്, വണ്ടിയും കഴുകുന്നുണ്ട്, ഇവരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് ഇപ്പം നിധിയുടെ പറയും, ഇല്ല അവൻ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഹരീഷ് അകത്തോട്ട് കയറി വന്നിട്ട് നിധിയുടെ ചോദിക്കും, സുധീഷിൻ്റെ അടുത്ത് ചോദിക്കും ആദ്യം, എന്താ സുധീഷ് ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ട്? എന്തോ പ്രശ്നം? എന്താ ഏട്ടത്തി? ഒന്നുമില്ല ഹരീഷേ എന്ന് പറയും. ഒന്നുമില്ല, സാർ ഇടപെടേണ്ട പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ലെന്ന് പറയും. എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹരീഷ് അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്.
അതിനുശേഷം നമ്മുടെ ലളിതയും ഗംഗാധരനും സുനന്ദയുടെ അച്ഛനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സുനന്ദയുടെ അച്ഛനും ഗംഗാധരനും കൂടി ഭാസ്കരൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് റെഡിയാവുകയാണ്. അപ്പം ഗംഗാധരൻ പറയും, വേണ്ട അളിയൻ ഇപ്പോൾ വരണ്ട, അളിയൻ അവിടെ വന്നിട്ട് എന്തെങ്കിലും സംസാരമായ അളിയന് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളത് വരും, അതുകൊണ്ട് തൽക്കാലം ഞാൻ പോയി സംസാരിക്കാം. അപ്പോൾ ലളിത പറയും, അത് മതി, എൻ്റെ ഗംഗേട്ടൻ ആൾ മോശക്കാരനൊന്നുമില്ല, ഗംഗേട്ടൻ പോയി സംസാരിച്ചിട്ട് വരട്ടെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ മുറ്റത്തിരുന്ന് ഇങ്ങനെ പത്രം വായിക്കുക. ഗംഗാധരൻ വരുന്നതും നിൽക്കുന്നതൊക്കെ അറിഞ്ഞിട്ടും ഭാസ്കരൻ മൈൻഡ് ചെയ്യുന്നതൊന്നുമില്ല. എന്താടാ എന്നെപ്പോലെ ഒരാളിവിടെ നിന്നിട്ട് നീ തലയുയർത്തി നോക്കാത്തത്? ഓ, ഞാൻ തലയുയർത്തി നോക്കാൻ വേണ്ടി യോഗ്യതയുള്ളവനെ വന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നിയില്ലെന്ന് പറയും. അച്ഛയ്ക്കോ അപ്പോഴത്തേക്ക് എന്തിനാ നീ ഞങ്ങളുടെ വീട്ടിൽ വന്നേന്ന് ചോദിക്കും. അത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. ഉടനെ സുഭാഷും സുധീഷും ഹരീഷും എല്ലാവരും കൂടി നിധിയൊക്കെ പുറത്തോട്ട് വരും. എൻ്റെ പെങ്ങളുടെ മോളെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുക, അതുകൊണ്ട് ഇനി അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും ഇവിടുന്ന് ആരും ശ്രമിക്കരുതെന്ന് പറയും. ഇവിടുന്ന് ആരും ശ്രമിച്ചെന്നാണ് നീ പറയുന്നത്? നിൻ്റെ പെങ്ങളുടെ മോളല്ലയോടെ 24 മണിക്കൂറും എൻ്റെ വീട്ടിനകത്ത് തിണ്ണന്നേരം കിടക്കുന്നത്. അവളുടെ അടുത്ത് കയറല്ലോ എന്ന് പറഞ്ഞാലും അവൾ അടുക്കള വഴി നുഴഞ്ഞു കയറുമെന്ന് പറയും. അവളെ വളർത്തിയത് ഇപ്പോൾ എൻ്റെ പെങ്ങളെ അവളെ പ്രസവിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞാൽ അവളെ വളർത്തിയത് മൊത്തം ഞാൻ, എൻ്റെ കൈക്കിടന്ന് വളർന്ന കുട്ടിയാണ്, അവളെക്കുറിച്ച് അനാവശ്യം പറയരുത്. നീ വളർത്തിയതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്വഭാവങ്ങളെ കാണിക്കുന്നതെന്ന് പറയും. ഉടനെ പറയും, ഇപ്പോൾ ഹരീഷ് പറയും, നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന്, ഞങ്ങൾ അങ്ങോട്ട് വഴിക്കിന് വന്നാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ പരാതി എഴുതി കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, ഒരു പരാതി എഴുതി കുറേ അവൻ്റെ പേരിലെന്ന് പറയും. സുധീഷ് പറയും, നിങ്ങളെന്തിനാ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല, അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ആരും ഒരു പ്രശ്നത്തിൽ വരരുത്, ഞങ്ങൾക്ക് കേസിനൊന്നും പോകാൻ താല്പര്യമില്ലെന്നൊക്കെ പറയും. എന്നൊക്കെ പറഞ്ഞ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്യാനും ഞാൻ മടിക്കത്തില്ലെന്നൊക്കെ ഗംഗാധരൻ പറയും. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ കിടന്നങ്ങ് ചിരി തുടങ്ങും. ഇനി അവനൊരു തമാശ പറഞ്ഞില്ലേടാ, ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ പറഞ്ഞതേ ഞാനങ്ങ് ചെയ്ത് കാണിക്കുമെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുടക്കി ഗംഗാധരൻ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകും. അതിനുശേഷം നമ്മുടെ നികേഷും നിധിയും കൂടി അമ്പലത്തിൽ വരികയാണ്. അമ്പലത്തിൽ തൊഴുതരണമൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. നിങ്ങളും അപ്പച്ചൻ തമ്മിൽ എന്താ ഇത്രയും നാളും മിണ്ടാതിരുന്നത്, എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കും. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഏട്ടത്തി, ഞാൻ ജനിച്ച നാൾ തൊട്ട് മാമനും അപ്പച്ചേട്ടൊന്നും ഞങ്ങൾ മിണ്ടത്തില്ല, അച്ഛൻ അന്ന് ജയിലിലായിരുന്നല്ലോ, അതിനുശേഷം എനിക്ക് ഒരു വിവരം അറിയത്തില്ലെന്ന് പറയും. ചോദിക്കും, പിന്നെ എന്തായിരിക്കും എപ്പോഴും അങ്ങ് ഓരോരോ പ്രശ്നങ്ങളാണ്, പിന്നെ ആ വീട്ടിൽ അല്പമെങ്കിലും ഞങ്ങളോട് സംസാരിക്കാനും മിണ്ടാനും വരുന്ന സുനന്ദ മാത്രമാണെന്ന് പറയും. ഇപ്പോൾ അത് വലിയ പ്രശ്നമായില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവർ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ വലിയ ഇഷ്ടമാണെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടത്തി ഇറങ്ങി വന്ന കണക്ക് സുനന്ദ ഏട്ടത്തി ഇറങ്ങി വരത്തില്ല, പിന്നെ എന്നും ഓരോ പ്രശ്നങ്ങളായിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളായിപ്പോൾ ഇതിൻ്റെ പേരിലുണ്ടായെന്നൊക്കെ നമ്മുടെ നികേഷ് നിധിയോട് പറയും. എങ്കിലും സുഭാഷ് ഏട്ടന് നിധിയോട് ദേഷ്യമൊന്നുമില്ല, സംസാരത്തിലും നോട്ടത്തിലൊക്കെ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയും. അത് സുഭാഷ് ഏട്ടൻ എല്ലാവരോടും അങ്ങനെ തന്നെ, സുഭാഷ് ഏട്ടൻ ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല, എല്ലാവരോടും സ്നേഹം തന്നെ, എൻ്റെ സുഭാഷ് ഏട്ടൻ പാവമാണെന്ന് പറയും. അപ്പം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുനന്ദ അങ്ങോട്ട് വരും. അപ്പോൾ സുനന്ദയ്ക്ക് എന്തൊക്കെ സംസാരിക്കണം നിധിയോട്. അപ്പോൾ നികേഷ് ഇരിക്കുന്ന കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. എപ്പോൾ വന്നു, കുറേ നേരമായോ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നികേഷ് പറയും, ഞങ്ങളോട് എന്തിനാണ് പിന്നെ സംസാരിക്കാൻ വരുന്നത്, ഇനി ഞങ്ങളോട് സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ കൊണ്ട് വേറെ കേസ് കൊടുക്കാനായിരിക്കും, എന്തിനാണ് വെറുതെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ താല്പര്യമില്ലെന്ന് പറയും. അപ്പം നിധി പറയും, അങ്ങോട്ടൊന്നും പറയരുത് നികേഷ് എന്ന് പറയും. എങ്ങനെ പറയാതിരിക്കും, ഇവർ വന്ന് നമ്മളോട് സംസാരിക്കണം, പിന്നെ അത് കേസാവണം, പിന്നെ നമ്മളെ പിടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയും. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, നീ ചെന്നൊരു പുഷ്പാഞ്ജലിക്ക് ചീട്ടെഴുത്, ഞാൻ സുനന്ദയോട് സംസാരിക്കാമെന്ന് പറയും. ചെല്ലടാ എന്ന് പറയും. അപ്പം നമ്മുടെ നിധിയും സുനന്ദയോട് സംസാരിക്കും. അപ്പോൾ നിധിയിട്ട് പറയും, എന്നോട് ദേഷ്യമുണ്ടോ നിധി, എനിക്കെന്തിനാ സുനന്ദയോട് ദേഷ്യം, ഇങ്ങനൊരു പ്രശ്നവും കേസും ഒക്കെ ആയപ്പോഴേ എല്ലാവർക്കും എന്നോട് ദേഷ്യം, എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ നികേഷ് പോലും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. ആ വീട്ടിൽ സുഭാഷ് ഏട്ടൻ മാത്രം എന്നോട് സ്നേഹമായിട്ട് എന്നും സംസാരിക്കുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും സുഭാഷ് ഏട്ടൻ ഒരു അക്ഷരം പോലും തിരിച്ച് ദേഷ്യപ്പെടാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സുഭാഷ് ഏട്ടനെ ചെറുപ്പം തൊട്ടേ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുനന്ദയെന്ന് പറയും. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വിവാഹം ഉറപ്പിച്ച നിധി, എനിക്ക് നിധിയുടെ അത്ര ധൈര്യമില്ല, നിധി സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങി വരാൻ വേണ്ടി എന്തെല്ലാം ഉപേക്ഷിച്ചതാ, ആ ഒരു ധൈര്യം പോലും എനിക്കില്ല, എനിക്ക് ആരെയും ഉപേക്ഷിക്കാൻ വയ്യ, എനിക്ക് സുഭാഷ് ഏട്ടനെ ഒരിക്കലും മറക്കാനും കഴിയില്ല, എൻ്റെ വീട്ടുകാരെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല, ഞാൻ എവിടെ ജീവിച്ചാലും എനിക്ക് സുഭാഷ് ഏട്ടനെ മറക്കാൻ കഴിയില്ല, എൻ്റെ സന്തോഷവും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ അതിനെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം അതിനുശേഷം പിന്നെ നമ്മുടെ സുഭാഷ്
നിധിയോ സുഭാഷും സുനന്ദയും തമ്മിൽ ഒന്നിക്കുമോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി.